യേശുവിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവൻ, യേശുവിനോട് കൂടെ നടന്നവൻ, യേശു ചെയ്ത അത്ഭുതങ്ങളെ നേരിൽ കണ്ടവൻ, യേശുവിൻ്റെ വചനങ്ങളെ നേരിട്ട് കേട്ടവൻ, യേശുവിനോട് കൂടെ രാവും പകലും നടന്നവൻ, പ്രാർത്ഥിച്ചവൻ, പാടിയവൻ നഷ്ടപ്പെട്ടു പോയി. ഇസ്കരിയോത്ത യൂദ എന്നാണ് ശിഷ്യൻ്റെ പേര്. പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷം നല്ലതാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സാന്നിധ്യമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, നിരന്തരമായിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ് എന്ന് യേശു കൂടെ കൂടെ ആവർത്തിച്ചു. നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് അവൻ കേൾക്കത്തക്കവണ്ണം പറഞ്ഞു. ഇങ്ങനെയൊക്കെ യേശു അവനെ തിരിച്ചു പിടിക്കാൻ തിരുവചനങ്ങൾ പറഞ്ഞിട്ടും അവന് ആ കെണിയിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അത് അത്ര വലിയ കെണിയായിരുന്നു, ദ്രവ്യാഗ്രഹം. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് കൂടെ നടക്കുന്ന അന്തരീക്ഷം മനോഹരമാണ്. പക്ഷേ ഇന്ന് പകൽ യേശു പറയുന്ന വാക്കിനോട് നിങ്ങൾ പ്രതികരിക്കണം. ദൈവം അരുതെന്ന് പറഞ്ഞാൽ അത് അരുതെന്നാണ്. അത് അരുതെന്ന് കൂടെ കൂടെ ആവർത്തിച്ചിട്ടു അതിനെ തള്ളിക്കളഞ്ഞ്, അതിനെ നിസ്സാരവൽക്കരിച്ച് പാട്ടുപാടി നടക്കാൻ പറ്റും, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കണ്ടത് അവൻ സ്നേഹിച്ച പണം തന്നെ അവനെ ചതിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ആദ്യവും അന്തവും അറിയുന്നവനാണ്. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനിരിക്കുന്ന പ്രസ്താവിക്കുന്നവനാണ്. യേശുവിനറിയാം എന്താണ് നമ്മെ ചതിക്കാൻ പോകുന്നതെന്ന്. യേശു പറഞ്ഞ വിത്തിൻ്റെ ഉപമയിൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് 4 തരം മുള്ളുകൾ ഈ വചനത്തിൻ്റെ വളർച്ചയെ ഞെരുക്കുന്നുണ്ട്, അതിനെ നിഷ്ഫലമാക്കുന്നുണ്ട്. അതിലൊന്ന് സംസാരഭോഗമാണ്. 2 ഈ ലോകത്തിൻ്റെ ചിന്തകളാണ്. 3 ധനത്തിൻ്റെ വഞ്ചനയാണ്. 4 മോഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ 4 മുള്ളുകളാണ്. എന്ത് വില കൊടുത്തു ഇതിനെ ഉപേക്ഷിക്കണം, മാറ്റി നിർത്തണം. അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ദൈവം നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നത്, നമ്മുടെ വഴിയാത്രയിൽ നാം കെണികളിൽ വീഴാതിരിപ്പാൻ, പട്ടുപോകാതിരിപ്പാൻ, നാം എല്ലാവരും നിത്യതയിൽ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് യേശു ചിലതിനെ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ നിത്യതയിൽ എത്തിക്കുന്ന വചനമാണ്, നിത്യജീവൻ നൽകുന്ന വചനമാണ്. എന്നാൽ ഈ വചനത്തിൻ്റെ അനുഭവത്തെ കവർന്നെടുക്കുന്ന, നിങ്ങളുടെ നിത്യത നഷ്ടമാക്കുന്ന മുള്ളുകളെ ഒരിക്കലും ജീവിതത്തിൽ അനുവദിക്കരുത്. എന്തു വില കൊടുത്തും അതിനെ മാറ്റി നിർത്തുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.